ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ അക്മിൽ ലനാ ഉജൂറ ഹാദിഹി ഷഹ്റിൽ മുബാറക്. മഹാനായ അബൂ മുഹമ്മദ് അസ്സാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഖറജ്നാ ഫി ജനാസത്തിൻ ബിൽ കൂഫ. കൂഫയിലുള്ള ഒരു ജനാസയിൽ ഞങ്ങൾ പങ്കെടുക്കുകയായിരുന്നു. വഖറജ ഫിഹ ദാവൂദു ത്വാഇ. ദാവൂദു ത്വാഇ എന്ന് പറയുന്ന പണ്ഡിതൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫതകല്ലമ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, മൻ ഖാഫൽ വഈദ ഖസുറ അലൈഹിൽ ബഈദു. താക്കീതുകളെ ആരാണോ ഭയപ്പെടുന്നത് അവന് വിദൂരമായി തോന്നുന്ന കാര്യങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അടുത്തെത്തുന്നതായി അനുഭവപ്പെടും. വമൻ ത്വാല അമലുഹു ലഉഫ അമലുഹു. ആരുടെയെങ്കിലും ആഗ്രഹങ്ങൾ വല്ലാതെ നീണ്ടതായി കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തനങ്ങൾ അതുപോലെ ശോഷിച്ചതായി കാണാൻ സാധിക്കും. വകുല്ലു മാ ഹുവ ആത്തിൻ ഖരീബുൻ. എന്തായാലും കടന്നു വരാനിരിക്കുന്ന ആ സത്യങ്ങൾ വളരെയേറെ സമീപസ്ഥമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജനാസയുടെ വേളയിലുള്ള ഓർമ്മപ്പെടുത്തൽ ഈ കാലഘട്ടത്ത് നാം ഓരോരുത്തരുടെയും മനസ്സുകളിൽ അലയടിക്കേണ്ട വാചകങ്ങളാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അർബഅത്തു മിനശ്ശിഖാ. 4 കൂട്ടം ആളുകൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ അത് ദൗർഭാഗ്യങ്ങളിൽ പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, ജുമൂദുൽ ഐൻ, ജീവനില്ലാതെ നിൽക്കുന്ന കണ്ണുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരയുവാൻ, കണ്ണൊന്നീറനണിയുവാൻ സാധിക്കാതെ പോകുന്ന ഒരാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ അല്ലാഹു ഓരോ മനുഷ്യൻ്റെയും ആത്മാവിനെ പിടികൂടുന്ന സമയത്തെക്കുറിച്ച് ഓർക്കാൻ സാധിക്കാതെ പോകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീര് നിറയുവാൻ സാധിക്കാതെ പോകുന്ന കണ്ണുകൾ. രണ്ടാമതായി പറഞ്ഞു വഖസ്വത്തുൽ ഖൽബ്, അതേപോലെ തന്നെ അതികഠിനമായി പോയ ഹൃദയം. റബ്ബിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ റബ്ബിലേക്ക് നടന്നു ചെല്ലുവാനുള്ള പാതകളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അതിനെ പരിഗണിക്കുവാനോ തയ്യാറാകാതെ ശാഠ്യം പിടിച്ച് നിൽക്കുന്ന, ദീനിൻ്റെ അറിവുകളോട് വിമുഖത കാണിക്കുന്ന ഒരു ഹൃദയം. വതൂലുൽ അമൽ, നീണ്ടു കിടന്ന് പരന്ന് നിൽക്കുന്ന, എത്ര എത്തിപ്പിടിച്ചിട്ടും തീരാത്ത ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ. വൽ ഹിർസു അലദ്ദുനിയ, നാലാമതായി പറഞ്ഞത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും താല്പര്യവുമാണ്. ഇവിടെയെല്ലാം വാരിക്കൂട്ടുവാനും എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുവാനുമുള്ള ആഗ്രഹത്തിൻ്റെ തിടുക്കത്തിൽ മറ്റൊരു ലോകം കടന്നു വരാനുണ്ടെന്നും അവിടേക്കുള്ള സമ്പാദ്യമാണ് ഇവിടെ നിന്ന് ആകെ കൈമുതലായി പിടിക്കാൻ നമ്മൾക്കുണ്ടാവുക എന്നും മറന്നു പോകുന്ന രീതിയിലുള്ള ആ ദുനിയാവിനോടുള്ള ആളുകളുടെ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൻ്റെ 37-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അല്ലാഹു പറയുകയാണ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടുവോളം അവരെ നാം ജീവിപ്പിക്കുകയുണ്ടായില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾക്ക് നൽകപ്പെട്ട സമയത്തിൽ ഇനിയും നമ്മൾ നമ്മുടെ ലക്ഷ്യബോധത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നമ്മൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിൻ്റെ നന്ദി കാണിക്കേണ്ട രീതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വൈകിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൻ്റെ 56-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. അന്നത്തെ ദിവസം ഓരോ ആളുകളും പറയുന്നതാണ്. എന്താ പറയുന്നതെന്നറിയോ? അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ എത്രത്തോളം വീഴ്ചകളാണ് ഞാൻ മുൻകഴിഞ്ഞ സമയത്തിൽ വരുത്തി വെച്ചതെന്നാലോചിച്ച് മനുഷ്യൻ എൻ്റെ നാശമേ എന്ന് സങ്കടപ്പെടുമെന്നുള്ളതാണ്. ഈ റമളാനിൻ്റെ രാപ്പകലുകളിൽ അനേകായിരം നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകുമ്പോൾ അതിനെയൊന്ന് ഏറ്റുവാങ്ങുവാൻ, കടുത്തുപോയ ഹൃദയത്തെ ഒന്ന് ലോലമാക്കുവാൻ, അതേപോലെ തന്നെ മരിച്ചുപോയ ഉണങ്ങിപ്പോയ കണ്ണിനെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്തൊന്ന് ഈറനണിയിക്കുവാൻ, ദുനിയാവിനു വേണ്ടി നെട്ടോട്ടമോടിയ മാസങ്ങളിൽ നിന്ന് മാറി നിന്ന് പരലോകമെന്ന ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുവാൻ നമ്മൾക്കിനിയും സമയം വൈകിപ്പോയിട്ടില്ല. പ്രിയമുള്ളവരെ, റമളാനിൻ്റെ 10 രാത്രികൾ വിട പറയുമ്പോൾ ഇനിയുള്ള രാവുകളെയെങ്കിലും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ, ഉപകാരപ്പെടുത്തുവാൻ
മുറുകെ ചേർത്ത് പിടിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്കതിന് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.